ഹേ ഗേസ്, ഞങ്ങളിതാ കൊടൈക്കനാലിലേക്ക് പോവാണ്. അപ്പോൾ ബാഗെല്ലാം സെറ്റാക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേഡിയമേയും തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തിയിരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മളിതേ വാഗമൺ വാഗമൺ എത്തിയിട്ടില്ല, എത്താറാവുന്നു. അപ്പോഴത്തേക്കത്തെ വെട്ട വീണു, വെളിച്ചമൊക്കെ വീണിച്ചു. ഗൈസ്, ഇക്കാടെ വാക്കും കേട്ട് ഞാൻ ഉറങ്ങിയില്ല, ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം വാഗമൺ എത്തി. ഞങ്ങൾ എത്തിക്കാനും കഴിയും. തലയിട്ട് ഞാൻ എൻ്റെ തലയും കൊണ്ട് ആരെങ്കിലും പോയാലോ. ഇങ്ങനെ കണ്ടിന്യൂസ് ഡ്രൈവിങ്ങിലാണ് ഗൈസ്. കിടില സ്ഥലം കേട്ടോ. അതായത് വാഗമണിൽ വേറൊരു റൂട്ടല്ലേ, വണ്ടിപ്പെരിയാറൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ കിടിലൻ കുമ്മളി, അപ്പോൾ ആ റൂട്ട് നല്ല രസമുണ്ട്. സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നോക്കിയേ, എന്താ രസമെന്ന് നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ വെള്ളച്ചാട്ടമല്ല, വെള്ളം ഒഴുക്ക്. ഓട്ടത്തിലൊക്കെ പറയും, നിങ്ങൾ മൈൻഡ് ആക്കണ്ട. കണ്ടോ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല ലേറ്റായി. കാര്യം ഞങ്ങൾ പതിയെ സമാധാനത്തിൽ വരുമായിരുന്നു. കാര്യം പ്രത്യേകിച്ച് എളുപ്പത്തിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. സമാധാനം റിലാക്സ് ചെയ്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മൊബൈൽ കാർ കെയർ ആണേ. മൊബൈൽ കാർ കെയർ, ഇതിൻ്റെ കാർ സിറ്റി. ഇത് കുമളിയിലാണ്. ഇവിടെ നിൽക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്താണ്, കാറിൻ്റെ ലൈറ്റ് ഓഫ് ആവുന്നില്ല. അപ്പം അവിടെ ഒരു ബട്ടൺ, കാല് വെക്കുന്നതിൻ്റെ അവിടുത്തെ ഒരു റിങ്, എന്തുവാ സംഭവം പറ, ബ്രേക്ക് ലൈറ്റിൻ്റെ അത് പൊട്ടിപ്പോയി. അതങ്ങനെ ആയിരിക്കുന്നത്, ആ സംഭവം പൊട്ടിപ്പോയി, അത് വെക്കണം. അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ ഇത് സൈലൻസറിന് ഭയങ്കര സൗണ്ടും. ഇതുവരെ ഒരു കുഴപ്പങ്ങളില്ലാത്ത കാറായിരുന്നു. ഇന്ന് വരെ ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഇന്ന് എന്താണെന്നറിയത്തില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായേ. അപ്പോൾ ഇത് റെഡിയാ, തൊടുന്നിടത്തെല്ലാം കോലാടിയാണ്. ഇവിടെ ഇനിയിപ്പോൾ വന്ന് അത് റെഡിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ സമയം വന്നിട്ട് 11:53, അതായത് ഉച്ച സമയമായി, 12 മണിയാവുന്നു. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് കമ്പന്തേനിയാണ്. കമ്പന്തേനിയില് മുന്തിരി കാണാൻ പോവാണ്. ചെന്ന് സ്റ്റോപ്പ് ചെയ്തേ, അത് കാണാം. ഞങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് കമ്പന്തേനിയാണ്. കമ്പന്തേനിയിൽ മുന്തിരി ആണ് കാണാൻ പോകുന്നത്. അപ്പം ഇതുവരെ ഉച്ചയായി. ഞങ്ങളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 7-8 മണിക്ക് കമ്പന്തേനിയിൽ എത്തുക. അവിടെ മുന്തിരി വള്ളി കുറെ ഡയലോഗ് കൊടൈക്കനാൽ പ്ലാൻ ചെയ്തപ്പോഴേ തുടങ്ങിയൊരു ഡയലോഗാണ്. പറഞ്ഞോളൂ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്നൊരു കാലത്ത് എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളർത്തുന്നു, മാതളനാരം പൂക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതുകൊണ്ട് ഇപ്പൊ ഉച്ച സമയമായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എത്തും, നട്ടുച്ചയ്ക്ക് ആയിരിക്കും, വെയിലത്ത് മുന്തിരി പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം ഗൈസ്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതും പാടി നടക്കുമായിരുന്നു. മുന്തിരി വള്ളികൾ തളർക്കുന്നുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം, അത് പറയാൻ എന്റെ പുറകെ നടക്കുമായിരുന്നു ഗൈസ്. ഇപ്പൊ ഞങ്ങള് മുന്തിരി ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാനാണ് അവിടെ പോകുന്നത്. അല്ലേ ചേച്ചാ? ടാറ്റ എടുത്തേ, ബൈ. ഇതാണ് ചെക്ക് പോസ്റ്റ്, കുമളി പോലീസ് സ്റ്റേഷൻ. ജിപ്സൊക്കെ വെച്ചിരിക്കുന്നു. ബോർഡ് കാണിച്ചു. മോനെ, അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്.
അപ്പൊ നമ്മള് ഇതാ കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പോകുന്ന വഴി നമുക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാം കേട്ടോ. കുഞ്ഞി 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 കുഞ്ഞു കുരങ്ങന്മാര്, എന്താ ചെറിയ കുരങ്ങന്മാര് അല്ലേ ചോളെ? കുഞ്ഞി കുഞ്ഞി ആ കുഞ്ഞും അമ്മയും അച്ഛനെയും കാണാം. അപ്പൊ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ഗൈസ്. കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കായിരുന്നു. അപ്പൊ ഇഷ്ടംപോലെ അളിയന്മാര്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ വീഡിയോ ഓണാക്കാതെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇച്ചാപ്പി ഒരു വീഡിയോ ഓണാക്കണമെന്ന് പറഞ്ഞ് ഇച്ചാപ്പിയാണ് വീഡിയോ ഓൺ ചെയ്തത്. ദേ സ്ഥലങ്ങൾ കണ്ടോ, എന്ത് ഭംഗിയുണ്ടെന്ന് എനിക്ക്. അപ്പൊ അതെ കൊരങ്ങ് ഇഷ്ടം പോലെ കൊരങ്ങുകളെ കണ്ടു. പക്ഷെ അത് വീഡിയോ ഓണാക്കാതെ വെച്ചാ ഞാൻ ഷൂട്ട് ചെയ്തത് ഗൈസ്. ദേ ഇതെന്തോ ഇത് പിങ്കി വായിച്ചില്ല. അപ്പൊ ഇതെന്താണ്? ഇടയ്ക്കൊക്കെ നല്ല രസമുണ്ട്. ഗുഹ ഗുണൊക്കെ എത്തി. അപ്പൊ വ്യൂ ശരിക്കും ഫോണില് എത്രത്തോളം പിടിക്കാൻ പറ്റുന്നത്. ഈ കിഡില് നോക്കിയേ, വാവ് അടിപൊളി. ഇതാണ് നമ്മളുടെ വളവ്. എന്ത് വളവ്? എസ് വളവാണോ ഇത്? അങ്ങ് പറഞ്ഞോളൂ എന്തൊക്കെയാ പോട്ടെ. ഗൈസ് ഞങ്ങളുടെ കോലം കണ്ടോ, പാട്ടക്കോലം. ഞങ്ങൾ ഫ്രഷ് ആയിക്ക് വരുന്നതായിരിക്കും ഗൈസ്. അയ്യേ കൊടൈക്കനാലായിട്ടില്ല, ഇനി കമ്പമുണ്ട്, തേനിയുണ്ട്. തേനില് നമുക്ക് ഉപ്പിലിട്ട് വെക്കാറുണ്ട്. തേനല്ല മോനെ, തേനി സ്ഥലപ്പേരാണ് തേനി. കാണാൻ പോകുന്ന എന്തുവാ? യെസ്, മുന്തിരിത്തോട്ടം. മുന്തിരിത്തോട്ടം കാണുന്നില്ലല്ലോ, കുറച്ചൊക്കെ ഉണ്ടല്ലോ. ഇനി ഞങ്ങളൊരു ഗ്രാമത്തിലൂടെ യാത്ര പോവുകയാണ്. ചുമ്മാതാണോ നമ്മുടെ കേരളത്തിൽ വാഴകൾ കാണാത്ത? എല്ലാം തമിഴ്നാട്ടുകാർ കൊണ്ടുപോയി ഗൈസ്. നോക്കൂ വാഴകൾ നിൽക്കുന്ന, നോക്കൂ വാഴയാണ് ഗൈസ് നിൽക്കുന്നത്. എന്ത് ഭംഗിയാ നോക്കിയാ നിൽക്കുന്ന. നിങ്ങൾക്ക് ഭംഗി എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് വാഴ നിൽക്കുന്നതാണ്. എവിടെയാടാ? ഫ്രണ്ടില്. ഓക്കെ ഓക്കെ ഓക്കെ. ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്ന എങ്ങനെയാണ് ഗൈസ്. ബായ്. അതാ ടിന്നിനകത്ത് ഇട്ടാല് 50 രൂപ. ഓ സ്പിൻ ചെയ്യണം. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്ക് എത്താണ് കേട്ടോ. മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് ഇവിടെ ഉണങ്ങിയിട്ടുള്ളത് അല്ലേ? ഇത് ഉണങ്ങിയിട്ടുള്ളത് ഈ സെക്ഷൻ. ഇവിടെ നല്ല പച്ചയായിട്ടുണ്ട്. കളറുണ്ടോ മുന്തിരി? നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ടുണ്ട്. നോക്കൂ ഗൈസ്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. ആ ഡയലോഗ് ഒന്ന് സൂപ്പറായിട്ട് പറഞ്ഞേക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരി വള്ളികൾ തളർക്കുന്നുണ്ടോ, മാതളനാരം പൂക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ എന്താണെന്ന് അറിയില്ല. ഇതെന്താണ്? ഗ്രേപ്സ് സ്കിൻ കെയർ പ്രോഡക്റ്റ്, ഗ്രേപ്പ് ജ്യൂസ് കോർണർ. അപ്പം നമ്മൾ ഇതാണ് എൻട്രൻസ്. നമ്മളിത് കെയറാണ്. ഇനി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കട്ടെ കേട്ടോ. അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുക്കാം. അപ്പം നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് മുന്തിരികൾ കിടക്കുന്നുണ്ടോ? നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലേ ചാപ്പി?
ഇഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം? ഇങ്ങോട്ട് ഇത് മിഠായി ഷോപ്പല്ലേ ഇച്ചാപ്പി? എങ്ങനെയുണ്ട് മുന്തിരിത്തോട്ടം? ഇതാണ് മുന്തിരിത്തൈ. ഇവിടെ ഗ്രേപ്പിൻ്റെ റെഡ് വൈൻ ഉണ്ട് കണ്ടോ, റെഡ് വൈൻ ആൻഡ് പല പല ഐറ്റം. ഇതൊന്നും എന്താണെന്ന് എനിക്ക് വായിക്കാനും വയ്യ, എനിക്കറിയത്തില്ല. ഇത് റെഡ് ബുൾ ഇരിക്കുന്നു, റെഡ് ബുൾ. 3 kg bomb. നോക്കൂ മുന്തിരികൾ. അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞത് പെട്ടെന്ന് ഇറങ്ങുകയാണ്. മുന്തിരിത്തോട്ടം ഇത്രയൊക്കെ ഉള്ളു കാണാൻ. കുറച്ച് ഫോട്ടോസ് എടുക്കണം. വേണ്ട എന്ത് മിഠായി? വെറുതെ വയറിന് പിടിച്ചില്ലെങ്കിലാ. അപ്പം നമ്മൾ ഇതേ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇത്രയൊക്കെയുള്ളൂ മുന്തിരിത്തോട്ടം. ചാപ്പിയുടെ വല്ല സാധനം കാണിച്ചേ. ചാപ്പിയുടെ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇടാം അല്ലേ? മടുത്ത്. ഒരു വട്ടം കാണാനുള്ളേ ഉള്ളു. അപ്പൊ മുന്തിരിത്തോട്ടം എല്ലാവർക്കും ഒരു വട്ടം കാണാനുള്ളേ ഉള്ളൂ സംഭവം. ഞങ്ങൾ പിന്നെ മുന്തിരിത്തോട്ടം അവിടുന്ന് ഈ ഒരു സ്നാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇല്ലേ ചാപ്പി? ബ്രഷ് മേടിച്ച് ബ്രഷ് കടിച്ച് ഇന്ന് മിഠായി ആണോ അത്? കഴിക്കണ്ട മോനെ, അത് കഴിക്കണ്ട, അത് കഴിക്കണ്ട. എന്നാ കമ്പം, തേനി അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഷോപ്പുകളും അധികം ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല ഷോപ്പുകളൊന്നും കാണാനില്ല കേട്ടോ. റോഡൊക്കെ നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കായിരിക്കും. അപ്പം നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളത് കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞ് നല്ല ടയേർഡ് ആകുന്ന പോലെ തോന്നി. അപ്പം നമ്മൾ കരിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്ന് ചായയൊക്കെ കുടിക്കാമെന്ന്. അങ്ങനെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തു. ആരും അനക്കമില്ലാത്ത നല്ല അടിപൊളി ഒരു റോഡായിരുന്നു കേട്ടോ. ആ റോഡിൽ സൈഡിൽ ഇങ്ങനൊരു പാർക്കിങ്ങും ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ നല്ലൊരു വ്യൂ ആയിരുന്നു, അടിപൊളി വ്യൂ ആയിരുന്നു. ആ വ്യൂവിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം കുഞ്ഞിന് ഹോട്ടൽ ഫുഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിടിച്ചില്ലാന്ന് വരും കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കുഞ്ഞിന് ലൈറ്റ് ആയിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ഹെവി ആയിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊടിയേരിയുടെ നല്ല കഞ്ഞിയും അതുപോലെ നല്ല ചായയും ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തമിഴ്നാടൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പും അതുപോലെ ഫുഡ് സ്പോട്ടൊക്കെ കുറവായിരിക്കും. അതും ഹൈജീൻ ആവാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കിയും കണ്ട് വേണം ചെയ്യാൻ. കുക്കിങ്ങും ചെയ്യുന്ന രീതിയിൽ തന്നെ വണ്ടിയിൽ പോകാവുള്ളൂ കേട്ടോ. അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വൈബടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ. അങ്ങനെ കഞ്ഞിയൊക്കെ കുറച്ച് ടൈം എടുത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ ആണെങ്കിലും കഞ്ഞിയാണെങ്കിലും ഇട്ട് നമ്മളവിടെ കുറേ നേരം സംസാരിച്ച് ഞാനും ഇച്ചാപ്പിയുടെ കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നപ്പോൾ 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 to 7 മണി ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ നമ്മളിപ്പോ കൊടൈക്കനാൽ റൂട്ടിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വരുന്നത് 18 കിലോമീറ്റർ ആണ്. അതെ, എന്നിട്ട് നമ്മൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. യെസ്, ഈ ഒരു റോഡ് ഭയങ്കര ഇതാണ്. ഇങ്ങനെ സൈഡിൽ ഇതല്ലേ, സ്പേസ് ഇല്ല, റോഡ് കുറച്ചല്ലേ ഉള്ളു. അപ്പം ഈ ഒരു റോഡിലൂടെയാണ് 1 മണിക്കൂറോളം യാത്ര. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെന്നിട്ട് വേണം റൂം സെർച്ച് ചെയ്യാൻ, റൂം എടുക്കാൻ. റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചെന്നിട്ട് വേണം റൂം എടുക്കാനും കാര്യങ്ങളും. റൂം എടുത്തിട്ട് കാണാം കേട്ടോ. ഫൈനലി നമ്മൾ എവിടെ എത്തി? റൂമല്ല, കൊടൈക്കനാൽ.
കൊടൈക്കനാലിലേക്ക് നമ്മൾ എത്തി. ഇനി ഒരു 2-3 കിലോമീറ്റർ അവിടേക്ക് എന്നിട്ട് കേറാണ്. പറ. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇച്ചാപ്പി എന്ന് പറഞ്ഞ അവിടെ മമ്മ വീഡിയോ എടുക്കും. എന്നെ കടിക്കണ്ട, മമ്മനെ കടിച്ചാൽ മതി. അപ്പൊ ഇച്ചാപ്പിയുടെ വീഡിയോ ഒക്കെ എടുക്കും. അപ്പൊ ഇനി നമ്മളുടെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മളിതാ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അപ്പൊ ഞങ്ങള് കേറിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായിട്ടുണ്ട്. ഇനി റൂം തരണം. അവിടെ റൂം തരാൻ കാണിക്കാം അല്ലേ? ഓക്കെ. ഫൈനലി നമ്മൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര കഴിഞ്ഞിട്ട് ദേ കൊടൈക്കനാൽ ടൗണിലേക്ക് എത്തുന്നു കേട്ടോ. അപ്പം ഞങ്ങളെന്ന് പറയുമ്പോൾ കുറേ ടൈം എടുത്തിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ 3 പേരും ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വൈബ് അടിച്ചിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ടൈം എടുത്തു ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് അങ്ങനെ റിലാക്സ് ചെയ്ത് വരുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടും ടയേർഡല്ലായിരുന്നു കേട്ടോ. ഒരു ഇമ്മിണി പോലും ടയേർഡ് ആവേണ്ട ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ പോലുമുള്ള ടയർഡ്നെസ് നമുക്ക് ഈ യാത്രയിൽ ഉണ്ടായിട്ടില്ല. കാര്യം അങ്ങനെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ വരുന്നെങ്കിൽ ഓടിപ്പടിച്ച് തീർത്തി വെച്ച് ഡ്രൈവിംഗ് ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്തിട്ടൊന്നും വരാൻ നിങ്ങൾ ശ്രമിക്കരുത്. നല്ല ടൈം എടുത്ത് നല്ല എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് മാത്രമേ ഒരു യാത്ര പോകാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങളിതേ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം ഇനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ഇതിപ്പം വീഡിയോ ലോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കൊടൈക്കനാൽ ടൗണിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈ, സീ യു.